ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയം നിങ്ങളോട് ദൈവവചനം പങ്കിടുവാൻ ദൈവം എനിക്ക് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നവൻ, അതിലടങ്ങിയിരിക്കുന്നത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള ചില നിമിഷങ്ങൾ ദൈവവചന കേൾവി നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേദനയിലായിരിക്കുന്നവർ, ഭാരങ്ങളിലായിരിക്കുന്നവർ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലായിരിക്കുന്നവർ, ദൈവത്തിൻ്റെ വചന കേൾവി അനുഗ്രഹത്തിലേക്ക് നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുമിച്ചുള്ള ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു മനുഷ്യനെ കുറിച്ച് വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ധാരാളം വ്യക്തിത്വങ്ങളെക്കുറിച്ച് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നാം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനെ കുറിച്ചാണ് മർക്കോസ് 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേദപുസ്തകം പറയുന്നു, അശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന്. ഒന്നുകിൽ മനുഷ്യനെ അശുദ്ധാത്മാവ് വഴി നടത്തും, അല്ലെങ്കിൽ മനുഷ്യനെ ദൈവാത്മാവ് വഴി നടത്തും. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും അവസ്ഥ അതാണ്. എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? മനുഷ്യന്റെ പ്രവൃത്തികളെ കാണുമ്പോൾ, അവന്റെ സംസാരത്തെ കേൾക്കുമ്പോൾ, അവന്റെ ഇടപാടുകൾ ശ്രദ്ധിക്കുമ്പോൾ ആ മനുഷ്യൻ ദൈവാത്മാവിന് നിറയപ്പെട്ടവനാണോ അത് അശുദ്ധാത്മാവിന് നിറയപ്പെട്ടവനാണോ എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. AD 55-നും 65-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് മർക്കോസ് എഴുതിയ സുവിശേഷം രചിക്കപ്പെട്ടു എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ 41-ാമത്തെ പുസ്തകമായിട്ടാണ് ഈ സുവിശേഷം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 16 അധ്യായങ്ങളുള്ള 678 ദൈവവചനങ്ങളുള്ള അനുഗ്രഹീതമായ ഒരു സുവിശേഷം. ഇത് നാം പഠിക്കുവാനായി ശ്രമിച്ചാൽ ഈ സുവിശേഷത്തിൽ 678 വാക്യങ്ങളിലൂടെ സഞ്ചരിച്ചാൽ 121 ചോദ്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. പുതിയ നിയമ പ്രവചനങ്ങൾ 30 എണ്ണം, 582 ചരിത്രപരമായ വാക്യങ്ങൾ, 43 നിവൃത്തിയായ പ്രവചനങ്ങൾ, 53 നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ അടങ്ങിയ അനുഗ്രഹീതമായ ഒരു സുവിശേഷമാണ് മർക്കോസ് എഴുതിയ സുവിശേഷം. ആരാണ് എഴുത്തുകാരൻ? വളരെ ലളിതമാണ്. മർക്കോസ് തന്നെയാണ് ഈ സുവിശേഷം എഴുതിയത്. മർക്കോസ് 5-ാം അധ്യായത്തിൽ സുവിശേഷകൻ പറയുന്നു, ഒരു മനുഷ്യൻ അശുദ്ധാത്മ നിറഞ്ഞവനായി ജീവിക്കുകയായിരുന്നു. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? അവൻ പാർക്കുന്നത് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ബന്ധിക്കുവാൻ കഴിയാതെ ഇരുന്നു. വിലങ്ങുകളും ചങ്ങലകളും കൊണ്ട് അവനെ ബന്ധിച്ചുവെങ്കിലും 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമ്മി ഒടിച്ചും കളഞ്ഞു. നിലവിളിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവൻ, തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ച് സ്വയം രക്തം ഒലിപ്പിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് അശുദ്ധാത്മാവ് വരുന്നത് അവനെ സഹായിപ്പാനല്ല, അവനെ നശിപ്പിക്കുവാനായിട്ടാണ്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിച്ചാൽ സ്വാഭാവികമായും അവന്റെ ജീവിതം നശിക്കും. ഏത് മേഖലയിൽ? സമസ്ത മേഖലകളിലും അത് സംഭവിക്കുമെന്ന് ഈ മനുഷ്യന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അവന്റെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കും, അവന്റെ ഭൗതിക ജീവിതത്തെ തകർത്ത് കളയും, അവന്റെ ആരോഗ്യത്തെ നശിപ്പിക്കും. അവനിലൂടെ അവൻ അംഗമായിരിക്കുന്ന കുടുംബത്തിലെ അംഗങ്ങളുടെ സമാധാനം, സന്തോഷം ഒക്കെ നശിപ്പിച്ച് അവനൊരു സമൂഹത്തിന് വലിയ ഭാരമായി തീരും. അശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ആ മനുഷ്യനെ സഹായിപ്പാനല്ല, മറിച്ച് ആ മനുഷ്യനെയും ആ കുടുംബത്തെയും ആ ദേശത്തെയും നശിപ്പിക്കാനാണ്.
പലപ്പോഴും ഇത് അശുദ്ധാത്മാവാണോ, ദുരാത്മാവാണോ, ദൈവാത്മാവാണോ എന്ന് മനുഷ്യൻ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ട് അശുദ്ധാത്മാക്കൾ ബാധിച്ച മനുഷ്യൻ സമൂഹത്തിന് ഒരു വലിയ ഭാരമായി പിന്നീട് മാറാറുണ്ട്. ഈ മനുഷ്യനെ കുറിച്ച് തൻ്റെ ജീവിതത്തിൽ അശുദ്ധാത്മാവ് വന്നതുകൊണ്ട് തനിക്കുണ്ടായ പ്രയാസങ്ങളെ കുറിച്ച് അവിടെ വേദപുസ്തകം നന്നായി നമ്മെ പഠിപ്പിക്കുകയാണ്. അവൻ പാർക്കുന്നത് കല്ലറകളിൽ. ഒരു സാധാരണ മനുഷ്യന് രാത്രികാലങ്ങളിൽ കല്ലറയിൽ പോയി വിശ്രമിപ്പാനായിട്ട് കഴിയത്തില്ല. ഭയപ്പാട് ഉളവാക്കുന്ന സ്ഥലമാണ് ശ്മശാനം എന്ന് പറയുന്നത്. എന്നാൽ ഈ മനുഷ്യൻ തനിക്ക് സുബോധം നഷ്ടപ്പെട്ടതുകൊണ്ട്, അശുദ്ധാത്മാവ് തൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചതുകൊണ്ട് രാത്രികാലങ്ങളിൽ ഈ മനുഷ്യൻ കല്ലറകളിൽ പോയി പാർക്കുമായിരുന്നു. ആർക്കും അവനെ ബന്ധിക്കുവാൻ കഴിയത്തില്ല. ഒരു റൂമിൽ അടച്ചിട്ടാൽ അവൻ ആ വാതിലിനെ തല്ലിത്തകർത്ത് അവൻ പുറത്തേക്ക് വരും. കാരണം സ്വന്തം ശക്തിയിലല്ല വരുന്നത്, അവനിൽ ആഗിരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ദുരാത്മാവാണ് ആ മനുഷ്യനെ അങ്ങനെ നയിക്കുന്നത്. വിലങ്ങുകളും ചങ്ങലകളും കൊണ്ട് ബന്ധിച്ചുവെങ്കിലും 5-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമ്മി ഒടിച്ചും കളയുമായിരുന്നു. തന്നെ എങ്ങനെ തന്നെ ബന്ധിച്ചിരുന്നാലും അതിനെല്ലാം പൊട്ടിക്കുവാനുള്ള ദുരാത്മാവിന്റെ ശക്തി ആ മനുഷ്യരിൽ ആവർത്തിച്ചിരുന്നു. അതുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് ആ മനുഷ്യനെ അടക്കുവാൻ, അവനെ ഒതുക്കുവാൻ, അവനെ ഒരു സാധാരണ ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ട് കഴിയാത്ത ഒരു അസാധാരണമായ ഒരു സാഹചര്യം. നിലവിളിച്ചുകൊണ്ട് അവൻ സഞ്ചരിക്കുമായിരുന്നു. നാമൊക്കെ സഞ്ചരിക്കുമ്പോൾ നിശബ്ദരായി സഞ്ചരിക്കും. എന്നാൽ പാവപ്പെട്ട ഈ മനുഷ്യനിൽ ദുരാത്മാവ് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് സഞ്ചരിക്കുമായിരുന്നു. തന്നെത്താൻ കല്ലുകൊണ്ട് ചതയ്ക്കുമായിരുന്നു. തൻ്റെ ശരീരത്തിൽ രക്തം ഒഴുകിയാൽ അത് രക്തമാണ് ഒഴുകുന്നു എന്നുള്ള വേദന ഫീൽ ചെയ്യാത്ത, അറിഞ്ഞുകൂടാത്ത ഒരു ജീവിതത്തിനുടമയായി ഈ യുവാവ് തീർന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അസാധാരണമായ ജീവിതാനുഭവങ്ങൾ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് ചില പ്രവൃത്തികൾ ഈ പാവപ്പെട്ട മനുഷ്യന്റെ യുവാവിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഇത് പറയുമ്പോൾ, നാം ഇത് പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള അനേകം ആളുകൾ നമ്മുടെ സമൂഹത്തിലും ഉണ്ട്. അവർ പറയുന്നത് എന്ത് എന്ന് അവർക്കറിയത്തില്ല. ആരോടാണ് സംസാരിക്കുന്നത് എന്നറിയത്തില്ല. എവിടെയാണ്, എന്താണ്
പരാജയപ്പെടുന്നു. അവിടെ നിന്ന് ദൈവാത്മാവ് മാറ്റപ്പെടുന്നു. മനുഷ്യൻ സ്വയത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ, മനുഷ്യൻ സ്വന്തം ബുദ്ധിയിലും സ്വന്തം ശക്തിയിലും ആശ്രയിച്ച് തൻ്റെ ജീവിതം പടുത്തുയർത്തുവാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മനുഷ്യന്റെ ജീവിതം ഗ്രാഫ് താഴേക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. ക്രിസ്തീയ ജീവിതം ലക്ഷ്യബോധം ഉള്ളതായിരിക്കണം. പാട്ടുകാരൻ പറയുന്നു, നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ കൃപ ഞാൻ സ്വീകരിച്ചു, ദൈവമേ നിനക്ക് നന്ദി എന്നാണ്. ക്രിസ്തീയ ജീവിതം അത് ദൈവകൃപയാൽ നയിക്കപ്പെടേണ്ടുന്ന ഒന്നാണ്. അത് സ്വന്തം ബുദ്ധി കൊണ്ടോ സ്വന്തം ശക്തി കൊണ്ടോ നയിക്കേണ്ടുന്ന ഒന്നല്ല. ദൈവകൃപയിൽ ആശ്രയിക്കുമെങ്കിൽ മാത്രമേ ദൈവത്തിന് വേണ്ടി ശക്തമായി ഈ ഭൂമിയിൽ മനുഷ്യന് നിലനിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, അവനെ നിയന്ത്രിക്കുന്നത് അശുദ്ധാത്മാവ്. മർക്കോസ് 5:2 അവന്റെ കൺട്രോൾ അശുദ്ധാത്മാവാണ്. അവൻ എന്തു ചെയ്യണം അത് അശുദ്ധാത്മാവ് തീരുമാനിക്കും. എപ്പോൾ എണീക്കണം, എവിടെ സഞ്ചരിക്കണം, ഏതെല്ലാം മലകളുടെ മുകളിൽ കയറണം, ആരോടെല്ലാം വഴക്കുണ്ടാക്കണം, ആരെയെല്ലാം അപമാനിക്കണം, ആരോടെല്ലാം മോശമായി സംസാരിക്കണം. അവന്റെ പൂർണ്ണമായ കൺട്രോൾ അശുദ്ധാത്മാവിന്റെ കരങ്ങളിലായതുകൊണ്ട് അശുദ്ധാത്മാവിന്റെ ഇണങ്ങിയ ആയുധമായിട്ട് ഈ മനുഷ്യൻ തീരുകയാണ്. ഒന്നുകിൽ അശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവാത്മാവ് മനുഷ്യനെ നയിക്കും എന്നുള്ളതാണ് ഈ മനുഷ്യന്റെ ജീവചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവൻ. ഒരു സാധാരണ മനുഷ്യനെ ചങ്ങല കൊണ്ട് ബന്ധിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് സിംഹത്തെയും കരടിയെയും വലിയ ശക്തമായ ഇരുമ്പ് അറയ്ക്കുള്ളിൽ മനുഷ്യന് കാണത്തക്കവണ്ണം അടയ്ക്കപ്പെടുന്നു? അവയെ തുറന്നു വിട്ടാൽ അവൻ സാധാരണക്കാരന്റെ ജീവിതത്തെ ആ മൃഗങ്ങൾ നശിപ്പിച്ചു കളയും. അതേപോലെ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ അനേകരുടെ നാശത്തിന് ഇടയായി തീരും. അശുദ്ധാത്മാവ് ജീവിതത്തിൽ ബന്ധനം സൃഷ്ടിക്കുന്നു. അനേകം ആളുകളുടെ ജീവിതത്തിൽ അവരുടെ ജീവിത വളർച്ചയ്ക്ക് അശുദ്ധാത്മാവ് ഒരു തടസ്സമാണ്. അതൊരു മനുഷ്യൻ മനസ്സിലാക്കാത്തത് കൊണ്ട്, അതിൽ നിന്ന് വിടുതലിനായി ദൈവകൃപയിൽ ആശ്രയിക്കാത്തത് കൊണ്ട് അനേകരുടെ ജീവിതം അതിന് അടിമപ്പെട്ട് പോകുന്നു. അശുദ്ധാത്മാൻ വിടുതൽ വേണമോ, മനുഷ്യൻ ദൈവകൃപയിൽ ആശ്രയിക്കണം, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കണം. അതുകൊണ്ട് സാധാരണ പറയാറുണ്ട്, കുടുംബങ്ങളിൽ മുടങ്ങാതെ പ്രാർത്ഥന ഉണ്ടാകണം, കുടുംബ പ്രാർത്ഥന നടക്കണം. കുടുംബാംഗങ്ങളെല്ലാം രാവിലെയും വൈകുന്നേരവും വേദപുസ്തകം വായിക്കുന്നവരായിരിക്കണം. ഈ ഒരു ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെ മാത്രമേ ഈ ലോകത്തിലെ അന്ധകാര ശക്തികളിൽ നിന്ന് ദൈവമക്കൾ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടന്റെ കയ്യിൽ നിന്നുള്ള വിടുതൽ സമ്പാദിപ്പാനായിട്ട് മനുഷ്യനെ കഴിയത്തുള്ളൂ. അശുദ്ധാത്മാവ് ബന്ധനം സൃഷ്ടിക്കുന്നു. ജീവിതയാത്രയിൽ നന്മകൾ അനുഭവിക്കാതെ ധാരാളം സമ്പത്തുണ്ട്, നല്ലൊരു ഭവനം പണിയുവാൻ കഴിയുന്നില്ല. ധാരാളം വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, നിരവധി ടെസ്റ്റുകൾക്ക് ഇന്റർവ്യൂവിന് ഹാജരായി, ലാസ്റ്റ് മൊമെന്റിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ലാസ്റ്റ് ആകുമ്പോൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാകും. എത്രയോ നന്മകൾ മനുഷ്യന് ലഭിക്കാതെ പോകുന്നത് അശുദ്ധാത്മാവിന്റെ വ്യാപനം കൊണ്ടാണ് എന്ന് ഈ മനുഷ്യന്റെ ജീവിതത്തെ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ അധമം പ്രവർത്തിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് പാപം ചെയ്യുന്നു? മനുഷ്യൻ ദൈവകൃപയിൽ നകലുമ്പോൾ, ദൈവത്തെ ഉപേക്ഷിക്കുമ്പോൾ, ഇനി ദൈവത്തിന്റെ സഹായമില്ല എങ്കിലും ജീവിക്കാമെന്ന് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അവൻ അറിയാതെ പാപത്തിന്റെ ആഴങ്ങളിലേക്ക് നിപതിക്കുന്നു. അതാണ് പലരുടെയും ആത്മീയ ജീവിതം തകരുന്നതിന്റെ അടിസ്ഥാനം. ദൈവത്തിൽ ജനിച്ചവരെയും ദൈവത്തിൽ ജനിക്കാത്തവരെയും ഈ ഭൂമിയിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവകൃപയുള്ള മനുഷ്യൻ ദൈവത്തിന് ഹിതകരമായി സംസാരിക്കത്തില്ല. ഗലാത്യ ലേഖനം നാം പഠിക്കുമ്പോൾ ദൈവത്തിന് ഹിതകരമല്ലാത്ത എന്തെല്ലാം മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് ലേഖന കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. മോഷണം, നുണ, വ്യഭിചാര ചിന്തകൾ, കുലപാതകം, ലഹരി ഉപയോഗം,
മദ്യപാനം, വെറിക്കൂത്ത് തുടങ്ങിയവ ദൈവമില്ലാത്ത മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അത് ആ മനുഷ്യനെയും അവന്റെ സമൂഹത്തിനും ദോഷകരമായി സംഭവിക്കുന്നു. ഗലാത്യർ 5-19 പറയുന്നു, അകത്തെ മനുഷ്യനെ പോഷിപ്പിക്കണം. നാം ആഹാരം കഴിക്കുന്നത് ഭൗതികമായ മനുഷ്യന്റെ പോഷണത്തിന് വേണ്ടിയാണ്. നമ്മുടെ ശരീരം നന്നായി ആരോഗ്യത്തോടെ പുഷ്ടിയോടെ വളരുവാൻ വേണ്ടിയാണ്. എന്നാൽ നാം അകത്തെ മനുഷ്യനെ പരിപോഷിപ്പിക്കുന്നവർ ആയിരിക്കണം. ഗലാത്യർ 5-19 അകത്തെ മനുഷ്യനെ പോഷിപ്പിക്കണം. നാം പലപ്പോഴും പുറത്തെ മനുഷ്യന്റെ പരിപോഷണത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. അകത്തെ മനുഷ്യനെ ശ്രദ്ധിക്കാറില്ല. ദൈവം നമുക്ക് നൽകുന്ന ആത്മാവിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ശ്രദ്ധേയമായ ഒരു പഠിപ്പിക്കലാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നേടുന്നില്ലെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. ഒരു മനുഷ്യൻ ഈ ഭൂമി മുഴുവൻ അവകാശമാക്കിയാലും തൻ്റെ ആത്മാവ് മരിക്കുമ്പോൾ ദൈവരാജ്യത്ത് എത്തുന്നില്ല എങ്കിൽ അവന്റെ ജീവിതം കൊണ്ട്, അവന്റെ ക്രിസ്തീയ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ഗലാത്യലേഖനം നാം പഠിച്ചാൽ പൗലോസിന്റെ ശ്രദ്ധേയമായ പഠിപ്പിക്കലാണ്, അകത്തെ മനുഷ്യനെ പരിപോഷിപ്പിക്കണം. എങ്ങനെ പരിപോഷിപ്പിക്കാൻ പറ്റും? ഹോർലിക്സോ ബോൺവിറ്റയോ മറ്റ് വിറ്റാമിൻ നൽകിയ പരിപോഷിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതിനുവേണ്ടിയാണ് ദൈവീക കൂട്ടായ്മകൾ ദൈവം നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് വിശുദ്ധ ദിവസം വിശുദ്ധ ആലയത്തിൽ ആരാധന ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആത്മീക ആരാധന പങ്കെടുക്കുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ പരിപോഷണം ഉണ്ടാവുകയാണ്. നാമും ദൈവവുമായിട്ടുള്ള ഒരു സജീവ ബന്ധത്തിൽ എത്തിച്ചേരുവാൻ ഇടയായിത്തീരും. ക്രമമായ വേദപുസ്തക പാരായണം, ക്രമമായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെ മാത്രമേ നമ്മുടെ ആത്മീക മനുഷ്യനെ നമുക്ക് പരിപോഷിപ്പിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അത് അതീവ ശ്രദ്ധേയമായ ഒന്നാണ്. ഈ കാലഘട്ടത്തിൽ മെറ്റീരിയൽ ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ആത്മാവിന്റെ പരിപോഷണത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുതേ. അത് മനുഷ്യന്റെ ആത്മീക ജീവിതത്തിന്റെ ഒരു വലിയ പരാജയത്തിലേക്ക് മനുഷ്യനെത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത്, അവന് സ്പർശന ശക്തി നഷ്ടപ്പെട്ടു. സെൻസേഷൻ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, സ്പർശിച്ചാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തൊട്ടു എന്നറിയാൻ കഴിയാത്ത അനുഭവങ്ങൾ. പല ആളുകളും അങ്ങനെയാണ്. തങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ അവർ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന മനുഷ്യൻ, സ്വന്തം ശരീരത്തെ മനുഷ്യൻ സ്വയം നശിപ്പിക്കുകയാണ്. അനേകം ആളുകൾ ഇന്ന് സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ആധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങളിലൂടെ അനേകം ആളുകൾ തെറ്റായ കാര്യങ്ങൾ ചെയ്ത് അവരുടെ മനസ്സിനെയും അവര് ആത്മാവിനെയും നശിപ്പിക്കുന്ന ഒരു കാലഘട്ടം. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് അനേകർ സ്വയം നശിക്കുന്ന ഒരു കാലഘട്ടം. പുറത്തു വരുവാൻ കഴിയാതെ ഇരിക്കുന്നു. ഇന്നും അനേകം ആളുകൾ ഇത്തരത്തിൽ സ്വഭാവ ദൂഷ്യമുള്ളവരായി നമ്മുടെ ചുറ്റുപാടും കാണുവാനായിട്ട് സാധിക്കും. ദൈവശബ്ദം കേട്ടാൽ തിരിച്ചറിയുവാൻ കഴിയണം. ഞാൻ കേൾക്കുന്ന ശബ്ദം ദൈവശബ്ദമാണോ, വചനത്തിലെ ശബ്ദമാണോ, അത് ഈ ലോകത്തിലെ ശബ്ദമാണോ എന്ന് എനിക്ക് തിരിച്ചറിയുവാൻ കഴിയണം. എങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം നയിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. പലപ്പോഴും വിമർശനങ്ങൾ മാത്രം പറയുന്നവർ, ആക്ഷേപങ്ങൾ മാത്രം ഉന്നയിക്കുന്നവർ, എന്തും തെറ്റായി ചിന്തിക്കുന്നവർ, ഏതിനെയും ഏത് ദൈവീക ശുശ്രൂഷകളെയും തരം താഴ്ത്തി കാണുന്നവർ, അവർക്കൊന്നും ദൈവീക ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയത്തില്ല. ദൈവിക ശബ്ദം കേൾക്കണമോ? കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ എനിക്ക് ഭാഗ്യം നൽകണമേ എന്ന്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം കേട്ടാൽ മതി, പിന്നെ കർത്താവിന് വേണ്ടി അന്ത്യത്തോട് നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. വാഗ്ദത്തങ്ങൾ കേട്ടാൽ, ദൈവിക ഉപദേശങ്ങൾ കേട്ടാൽ തിരിച്ചറിയുവാനായി കഴിയണം. ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് വേദപുസ്തകം പറയുന്നുവെങ്കിൽ ആ ശബ്ദം ഞാൻ കേൾക്കുമ്പോൾ, ആ വചനം ഞാൻ വായിക്കുമ്പോൾ അത് ദൈവത്തിന്റെ വചനമാണ്. ആ വചനം വാസ്തവമായി എന്റെ ജീവിതത്തിൽ നിറവേറണം എന്ന ചിന്ത, എന്ന ആഗ്രഹമുണ്ടാകുമെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ വചനങ്ങളിലുള്ള ദൈവീക വാഗ്ദത്തങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ സ്വായത്തമാക്കുവാനായിട്ട് ഇടയായിത്തീരും. ശമൂവേൽ ബാലനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവശബ്ദം ശമൂവേൽ ബാലൻ തിരിച്ചറിഞ്ഞു. രാത്രിയിൽ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ
ആ രാത്രിയിൽ കേട്ട ശബ്ദം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നതാണെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ തനിക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനും അംഗീകരിക്കാനും കഴിഞ്ഞു. ദൈവശബ്ദത്തിന് ചെവി കൊടുക്കണമേ. ദൈവശബ്ദത്തെ ധിക്കരിക്കരുതേ. അത് അനുഗ്രഹമല്ല, അത് വേദനയ്ക്ക് ഇടയാക്കി തീർക്കും. മർക്കോസ് 5-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം രൂപാന്തരം ഉണ്ടാക്കി. യേശുവിന്റെ സാന്നിധ്യം ആർക്കും രൂപാന്തരം കഴിയാത്ത ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന് യേശുവിന്റെ രൂപാന്തരം നൽകുവാൻ കഴിയും. വേദപുസ്തകം പറയുന്നു, നിന്റെ പാപം എത്ര കടുഞ്ചുവപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്നാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകൾ ഓർത്ത് പശ്ചാത്തലിക്കുകയാണോ? ദൈവത്തോട് പറയണം, കർത്താവേ, എന്റെ പാപത്തെ അങ്ങ് ക്ഷമിക്കണമേ, അങ്ങ് എനിക്ക് രൂപാന്തരം നൽകണമേ, എന്റെ ജീവിത തെറ്റായ സ്വഭാവങ്ങൾക്ക് ഒരു സമൂലമായ മാറ്റം അങ്ങ് എനിക്ക് നൽകണമേ. മദ്യപിക്കുന്ന ആളുകളോട്, സ്നേഹിത, മദ്യപാനം അവസാനിപ്പിച്ചുകൂടി ചോദിച്ചാൽ പറയും, അത് കഴിച്ചില്ലെങ്കിൽ പ്രഭാതമാകുമ്പോൾ കൈകാലുകൾ വിറയ്ക്കും. ശരിയാ, മാനുഷികമായിട്ട് ശരിയാണ്. തെറ്റായ ശീലങ്ങളിൽ നിന്ന് സ്വയം ആഗ്രഹിച്ചാലും മനുഷ്യന് പുറത്തു വരുവാൻ കഴിയാത്ത ഈ ആധുനിക കാലഘട്ടത്തിൽ യേശുവിന്റെ സാന്നിധ്യം ഈ മനുഷ്യൻ രൂപാന്തരമുണ്ടാക്കി. നാം നേരത്തെ പഠിച്ചതുപോലെ മനസ്സിലാക്കിയതുപോലെ ആർക്കും അടക്കുവാൻ കഴിയാത്ത ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ പോലും അതിനെ ഒട്ടിച്ചു കളയുന്ന ഈ മനുഷ്യ ജീവിതത്തിൽ യേശുവിന് മാത്രമേ മാറ്റം നൽകുവാനായിട്ട് കഴിയത്തുള്ളൂ. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റം ഉണ്ടാകില്ല എന്ന് വിഷമിക്കുന്ന വിഷയത്തിന്മേൽ ഈ സമയം ദൈവത്തോട് പറയാൻ, കർത്താവേ, എന്റെ ജീവിതത്തിൽ സമൂലമായ മാറ്റം നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവിന്റെ സാന്നിധ്യം ഈ മനുഷ്യനെ സമൂലമായ മാറ്റം നൽകി. ആദിമ മാതാപിതാക്കൾ പാപം ചെയ്തു. സുബോധം നഷ്ടമായപ്പോൾ അവർ നീതിയുടെ വസ്ത്രം അവർ ഉപേക്ഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. സുബോധം നഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും ദൈവം നൽകിയിരിക്കുന്ന നന്മകൾ മനുഷ്യന് നഷ്ടമാകും. ഈ മനുഷ്യന് സുബോധം വന്നപ്പോൾ അവൻ യേശുവിന്റെ കാൽക്കൽ വീഴുകയാണ്. യേശുവിന്റെ സാന്നിധ്യം ഈ യുവാവിന്റെ ജീവിതത്തിൽ സമൂലമായ മാറ്റമുണ്ടാക്കി. അവൻ യേശുവിന്റെ പാദത്തിൽ അഭയം പ്രാപിക്കുന്നു. യേശു പറഞ്ഞില്ല നീ എന്നെ നമസ്കരിക്കണമെന്ന്, യേശു പറഞ്ഞില്ല നീ എന്റെ കാൽപാദങ്ങൾ തൊട്ട് വണങ്ങണമെന്ന്. ഓട്ടോമാറ്റിക്കലി സംഭവിക്കുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൻ അറിയാതെ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കും. എന്തുകൊണ്ട് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ദൈവസന്നിധി വിനയപ്പെടുവാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ല? ദൈവമാര് എന്ന് മനുഷ്യന് പലപ്പോഴും അറിഞ്ഞുകൂടാ. നാം ആരാധിക്കുന്ന, നാം വിശ്വസിക്കുന്ന, നാം സ്നേഹിക്കുന്ന, നാം സേവിക്കുന്ന ഈ ദൈവമാരെന്ന് ഒരു മനുഷ്യൻ നന്നായി മനസ്സിലാക്കിയാൽ ആ മനുഷ്യൻ അറിയാതെ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലും മടക്കും. 34-ാം സങ്കീർത്തനം പറയുന്നു, യഹോവ നല്ലവൻ, രുചിച്ചറിവിൻ, അവന് ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ്. ആരാണ് ഭാഗ്യവാൻ? ദൈവത്തെ ശരണം പ്രാപിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മർക്കോസ് വിശേഷം 5-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ മനുഷ്യൻ സുബോധം വന്നപ്പോൾ അവൻ യേശുവിനെ അനുഗമിപ്പാനായി തീരുമാനിച്ചു. യേശു പറഞ്ഞു, ആദ്യം നീ നിന്റെ വീട്ടിൽ പോകണം, അവരോട് കർത്താവ് നിനക്ക് ചെയ്ത ഉപകാരം പറയണം. സ്വന്തം ഭവനക്കാർ വേദന സഹിച്ചവരാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ ആദ്യം നാം സാക്ഷി പറയേണ്ടത് നമ്മുടെ വീട്ടിനകത്താണ്. നമ്മുടെ ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോട്. എന്റെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുമ്പോൾ ഞാൻ ആദ്യം സാക്ഷ്യം പറയേണ്ടത് ഭവനത്തിന്റെ ഉള്ളിലാണ്. സ്വന്തം ഭവന സാക്ഷ്യമില്ലാത്ത ക്രിസ്തീയ ജീവിതമല്ല. സ്വന്തം ഭവനത്തിൽ സാക്ഷ്യം പറയണം. യേശുവിനെ ഉപദേശിക്കുന്നു, നീ സ്വന്തം ഭവനത്തിൽ പോയി സാക്ഷി പറയണം. കർത്താവ് നിനക്ക് ചെയ്ത ഉപകാരങ്ങൾ നീ അവരോട് പ്രസ്താവിക്കണം. കഴിഞ്ഞ നാളുകളിൽ ഈ മനുഷ്യനൊരു ഭാര്യയുണ്ട് എങ്കിൽ, ഈ മനുഷ്യനൊരു മക്കളുണ്ട് എങ്കിൽ, ഇദ്ദേഹത്തിന് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഇവർ എന്തുമാത്രം വേദന സഹിച്ചു കാണും. സ്വന്തം മകൻ മാനസിക രോഗിയായി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ, സ്വന്തം മകൻ ഇങ്ങനെ കല്ലറകളിൽ രാത്രികാലം ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ, സ്വന്തം മകൻ സാമൂഹ്യ ദ്രോഹിയായി ജീവിക്കുന്നു പറഞ്ഞാൽ ഏതു മാതാപിതാക്കളാണ് സഹിക്കുന്നത്?
ഏത് കുടുംബങ്ങൾക്കാണ് സമാധാനത്തോടെ ജീവിപ്പാൻ കഴിയുന്നത്? അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, നീ ആദ്യം നിന്റെ വീട്ടിൽ പോയി നീ സാക്ഷ്യം പറയണം. യേശു എന്നെ സൗഖ്യമാക്കി, യേശു എന്നെ അനുഗ്രഹിച്ചു, പലരെയും ദൈവം അനുഗ്രഹിച്ചു, വാനോളം ഉയർത്തിയെങ്കിലും ഈ ദൈവമാണ് എന്നെ അനുഗ്രഹിച്ചെന്ന് പറയുവാൻ മനസ്സില്ലാത്ത ക്രിസ്ത്യാനികൾ ധാരാളമുള്ള ഈ കാലഘട്ടത്തിൽ ഈ മനുഷ്യന്റെ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. അവൻ സാക്ഷ്യം പറഞ്ഞു എന്നുള്ളതാണ്. എവിടെ പറയണം? ആരോടെല്ലാം പറയാൻ കഴിയുമോ അവിടെയെല്ലാം പറയണം. ദൈവം രോഗം സൗഖ്യം തന്നു, ഓഫീസിലിരിക്കുന്ന സ്നേഹിതരോട് പറയണം. ഒരുപക്ഷെ അവൻ ക്രിസ്ത്യാനി അല്ലായിരിക്കാം, യേശുവിനെ സൗഖ്യമാക്കി എന്ന് പറയണം. ഒരുപക്ഷെ ജോലിയില്ലാതെ ഭാരപ്പെട്ട് പിന്നീട് ജോലി കിട്ടിയതാണോ? സ്നേഹിതന്മാരോട് പറയണം, യേശുവാണ് എനിക്കൊരു ജോലി നൽകിയത്. ഉള്ള ധൈര്യമുണ്ടോ? ഉള്ള ചങ്കൂറ്റമുണ്ടോ? പലപ്പോഴും ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ തമ്പുരാനാണ് അനുഗ്രഹിച്ചെന്ന് പറയുവാൻ മനസ്സില്ലാത്ത ആധുനിക ക്രൈസ്തവ സമൂഹത്തിൽ വേദപുസ്തകം പറയുന്നു, നാം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ സാക്ഷ്യമുള്ളവരായി ജീവിക്കണം. 103-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം ഒരു കൊച്ചുപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ മരണം വരെ മറക്കരുത്. സ്നേഹിതരെ, ദൈവം എത്രയോ ഉപകാരം ചെയ്തു. ജനിച്ച ദിവസം മുതൽ ഇന്ന് വരെ ഒന്ന് പിറകിലോട്ട് തിരിഞ്ഞു നോക്കൂ. കഴിഞ്ഞ 40 വർഷം, കഴിഞ്ഞ 30 വർഷം, കഴിഞ്ഞ 50 വർഷം, കഴിഞ്ഞ 60 വർഷം, എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും ഈ ജീവിതം കൊണ്ട്. ഈ ദൈവത്തിന് മുമ്പിൽ നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം. സുബോധം വന്നാൽ യേശുവിനെ സാക്ഷിക്കും. സുബോധം വരുമ്പോൾ, ഈ യേശു ആര് എന്ന് മനസ്സിലാക്കുമ്പോൾ, ഈ യേശുവിന്റെ ശക്തി എന്തുമാത്രം വലുത് എന്ന് മനസ്സിലാക്കുമ്പോൾ, ദൈവം തമ്പുരാന്റെ സാന്നിധ്യത്തിന്റെ ആ അനുഭവം ജീവിതത്തിലുണ്ടാകുമ്പോൾ, ആ മനുഷ്യരെ നോക്കാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തെ സാക്ഷിക്കും. സുബോധം വന്ന ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ കർത്താവിനെ സാക്ഷിച്ചു. സാക്ഷിക്കാൻ മനസ്സുണ്ടോ? കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ദൈവത്തെ ആരാധിക്കുന്നു. പാരമ്പര്യമായിട്ട് എത്രയോ വർഷങ്ങളായി ദൈവത്തെ ആരാധിക്കുന്നു. യേശു ജീവിക്ക് ദൈവമാണെന്ന് ജീവിതത്തിൽ ഒരാളോടും പറഞ്ഞിട്ടുണ്ടോ? പറയണം എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. സുബോധം വന്നാൽ യേശുവിനെ മനുഷ്യൻ സാക്ഷിക്കും. ഈ യേശു ആര് എന്ന് മനസ്സിലാക്കിയാൽ, ഈ യേശുവിന്റെ സ്നേഹം എന്തുമാത്രം വലുതാണെന്ന് മനസ്സിലാക്കിയാൽ, ഈ ദൈവത്തിന്റെ ശക്തി എന്തുമാത്രം വലുത് എന്ന് മനസ്സിലാക്കിയാൽ, ഞാനും നിങ്ങളും അറിയാതെ ഈ യേശുവിനെ കുറിച്ച് പ്രസ്താവിക്കും. നാം യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, നാം യേശുവിനെ കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. ഈ സമൂഹം ആക്ഷേപിക്കും, ഈ സമൂഹം കളിയാക്കും. എങ്കിലും നാം പറയുന്നത് ഈ ഭൂമിയെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവ തമ്പുരാനെ കുറിച്ചെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് നാം മനുഷ്യരെ ഭയപ്പെടാതെ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി കർത്താവിന് വേണ്ടി നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ കഴിയും. അതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അതിനുള്ള ദൈവകൃപ നൽകി ദൈവം നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപ എപ്പോഴും നിങ്ങളുടെ മേലുണ്ടാകുമാറാകട്ടെ. ആമേൻ, ആമേൻ.